ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതുണ്ടല്ലോ, ഇത് കണ്ടോ, നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ചെമ്മീൻ, വലിയ മത്തിരത്ര തന്നെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇന്ന് മീൻ മേടിക്കാൻ പോകുമ്പോൾ നല്ല ചെമ്മീൻ കണ്ടു. അവർ പറഞ്ഞു ബിരിയാണി വെക്കാൻ അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കിയില്ല, 1/2 കിലോ ഒന്ന് വാങ്ങി. നല്ല വിലയാട്ടോ, ഇപ്പം ചെമ്മീനൊന്നും മേടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ വിലയാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വലിയ ചെമ്മീൻ ആകുമ്പം ബിരിയാണി വെച്ചാൽ അടിപൊളിയാവും. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ബിരിയാണി വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി തരണം. ഇത് കണ്ടോ, ഇത് ചെറിയ ചെമ്മീനാണെങ്കിൽ പണിയാണ് വൃത്തിയാക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ കളഞ്ഞ് ഇതുണ്ട് തോട് പെട്ടെന്ന് വലിച്ചെടുക്കാൻ കിട്ടും. ഒന്നിങ്ങനെ വലിച്ചെടുത്താൽ ഇതിൻ്റെ തോട് ഇതിനകത്ത് തന്നെ ഇടട്ടെ, നമുക്ക് പിന്നെ മാറ്റി കളയാം. പിന്നെ വേണ്ടുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു കറുത്ത നാര് പോലത്തെ സാധനമുണ്ട്. അതിങ്ങനെ വലിച്ച് കളയണം. ഇതുണ്ട, ഈ സൈഡിനിങ്ങനെ ഒരു നാര് പോലത്തെ സാധനമുണ്ട്. അത് കളഞ്ഞില്ലെങ്കിലാണ് വയറുവേദന, ചിലവർക്ക് വയറുവേദനയൊക്കെ വരും. അതിന് നമ്മളിതിങ്ങനെ വലിച്ച് കളയണം. എന്താ, ഇല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് നല്ല ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതിങ്ങനെ തോണ്ടി കളഞ്ഞാലും മതി. എന്താ, അപ്പം ഇതിപ്പം വലിച്ച് കളഞ്ഞു. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീനെല്ലാം നല്ല അടിപൊളിയായി കണ്ടോ, അത്രയും ചെമ്മീൻ കഴിഞ്ഞിട്ട് ആകെ കിട്ടിയതാണ് ഇത്ര പോരാ. നമ്മൾ കാണുമ്പം തോന്നും വലിയ കുറേ ഉണ്ടാവുമെന്ന്. നമുക്കിത് ഇത് നമുക്ക് ബിരിയാണി ആക്കാൻ വേണ്ടി നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. മഞ്ഞളും മുളകും കൂടി ഉപ്പും ഒന്ന് പെരക്കി വെക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. കുറച്ചിട്ടാൽ മതി, പിന്നെ നമുക്ക് വെക്കുമ്പോൾ ഇടാം. ഇനി നമുക്കൊന്നിത് കുറച്ച് സമയം ഉപ്പ് വരക്കട്ടെ, ഇതിന് ഉപ്പ് പിടിക്കട്ടെ. അതുകൊണ്ട് ഇത് നമുക്കതൊന്ന് പെരക്കി മാറ്റി വെക്കാം. നമുക്ക് ചെമ്മീൻ ബിരിയാണിക്ക് ആവശ്യമായ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ഇത്ര പോലെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. കാരണം ഉള്ളി നല്ലപോലെ പൊരിഞ്ഞ് വരണമെങ്കിൽ നല്ല മൊരിഞ്ഞ് വരണ്ടേ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. അതിന് ശേഷം കുറച്ച് സവോള വറുത്തെടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി അതേ നെയ്യിലേക്ക് ഞാൻ അതിൻ്റെ മൊരിഞ്ഞിട്ട് സവോള കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 കറുവപ്പട്ട ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 ഏലക്കായും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ നെയ്യിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് അരി കഴുകി എടുത്തതാണ്. നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്, ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് കുക്കർ അടച്ചിട്ട് ഒറ്റൊരു വിസിൽ വന്നാൽ മതി. അത് അടച്ച് വെക്കാം.
ഇതിപ്പം ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഇതിനകത്ത് ചെമ്മീൻ്റെ ഗ്രേവി വേണ്ടേ, അത് അതിൻ്റെ മസാല ആക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. നമ്മളെ കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് നല്ലപോലെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ എണ്ണ ഒഴിക്കണം. കുറച്ചുകൂടി വേണ്ടി വരും. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. കാരണം ചോറിന് ഇതിന് കുറച്ച് നല്ല ഇതുണ്ടായത് മാത്രമേ, അതായത് ഗ്രേവി ഉണ്ടെങ്കിലല്ലേ അതിന് നല്ല മസാല വേണ്ട. അതിനായിട്ട് നമ്മൾ ഉള്ളി ഒന്ന് കുറച്ച് വലിയ പച്ചമണം മാറുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി, ഒരു വലിയ തക്കാളി, നമുക്ക് അത്രയല്ലേ ചെമ്മീനുള്ളൂ, അതുകൊണ്ട് ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വാടി വെച്ച് നല്ല ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളി ഉള്ളിയും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല ഒരു പച്ചമണം വാങ്ങുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കും. കരിവേപ്പില ഞാനുണ്ടല്ലോ എല്ലാവരും നല്ലപോലെ ഇട്ട് കൊടുക്കും. നല്ലതല്ലേ, അങ്ങനെയല്ലേ കഴിക്കുള്ളൂ. അതുകൊണ്ട് കരിവേപ്പില, നല്ല നാടൻ കരിവേപ്പിലയും കൂടി ആകുമ്പോൾ വിഷമൊന്നും ഉണ്ടാവില്ല. കരിവേപ്പില ഇട്ട് നല്ലതല്ലേ. അതുകൊണ്ട് കരിവേപ്പില എനിക്കൊരു വീക്ക്നെസ്സാണ്. എല്ലാവരും നല്ലപോലെ കരിവേപ്പില. അപ്പോൾ ഇത് വഴന്ന് വന്നു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം കുറച്ച് ഞാൻ ചെമ്മീനിൽ കുറച്ച് മസാല പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് ഇത് 1 ടീസ്പൂൺ, ചെറിയൊരു സ്പൂണ് മസാല ഊട്ടി പൊടിച്ച മുളക് പൊടിയാണ്, അതും കൂടി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. പിന്നെ ഉള്ളത് ഗരം മസാല പൊടിയാണ്, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായി ഇളക്കും. മസാലപ്പൊടികളെല്ലാം ഏകദേശം വഴന്നു വന്നു. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിൽ തന്നെ വെള്ളം കുറച്ച് നല്ല വേവുമ്പം വെള്ളം ഇറങ്ങി വരും. അത് നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, നല്ലപോലെ വേവും. നല്ലപോലെ ഇളകി വരുന്നുണ്ട്. അതിനകത്തുനിന്ന് വെള്ളം വരുന്നുണ്ട്. നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നല്ലപോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഏകദേശം ചെമ്മീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടു. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ച് ഇനി ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച് അധികം വെന്തിട്ടില്ല ആ ചോറ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ഇങ്ങനെ സവോള ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ അട്ടിയായിട്ട് ഈ ചോറിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം ലാസ്റ്റിലത്തെ ചോറും ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയില്ലേ സവോള ഉള്ളി വറുത്ത് വെച്ചതും കൂടി ഇടാം. ഇതിൽ വേണമെങ്കിൽ കിസ്മിസും അണ്ടിപ്പരിപ്പെല്ലാം ഇടാം. പിന്നെ ബിരിയാണിക്ക് ഞാനങ്ങനെ അതൊന്നും ഇടലില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ കൂടുതൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിത് ചെറു തീയിൽ ഒന്ന് ശരിയാക്കട്ടെ. കാരണം അടിയിലത്തെ ചെമ്മീൻ അപ്പോഴത്തേന് നല്ലപോലെ വെന്ത് വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം അടച്ച് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഉണ്ടാവും നമ്മുടെ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിന്, മൊത്തം ഇടാൻ വിട്ടത്. അത് ഞാൻ വെറുതെ ഇതിലേക്ക് ഇട്ടതാണ്. നമുക്കിത് ഇളക്കിയെടുക്കാം. നല്ല കറക്റ്റ് വെന്തിട്ടുണ്ട്. ഫ്രണ്ട്സെല്ലാം നല്ല ചോറും നല്ല കറക്റ്റിന് വെന്തു. ഇളക്കി മിക്സാക്കി കൊടുക്കാം. നമ്മളെ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ബ്രൗൺസ് ഉണ്ട്, അത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ്. അതിൽ തന്നെ അരി ചോറിട്ടത് കൊണ്ട് ചോറിന് അതിൻ്റെ നല്ല ടേസ്റ്റ് എല്ലാം വരും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അധികം ഈ ചൂടോടെ വിളമ്പി ഉപയോഗിക്കാൻ പാടില്ല. നമുക്കൊരു കുറച്ച് നല്ലോണം തണുത്ത് വരണം. നല്ല ചൂടോടെ വിളമ്പുമ്പോൾ ചോറിന് നല്ല ഇങ്ങനെ അധികം മയം വരില്ല. നമുക്ക് കുറച്ച് തണിഞ്ഞിട്ട് വേണം ഇത് വിളമ്പിയെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതല്ലേ ബ്രൗൺസ് ഉണ്ട്, ഓരോന്ന് ഇടയ്ക്കെല്ലാം കാണാനുണ്ട്. കാരണം 1/2 കിലോ ഇത് വാങ്ങിയിട്ട് നമ്മൾ ആക്കി വരുമ്പോഴത്തേനും 1/4 കിലോ ആവും. അതിൻ്റെ തോടല്ലേ കൂടുതലുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.